മറ്റു വാർത്തകളിലേക്ക്. KPCC രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിൽ നേതൃത്വത്തിനിടയിൽ അമർഷം പുകയുകയാണ്. കോൺഗ്രസിന്റെ തലപ്പത്തെ ഭിന്നത UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന ആവശ്യം ഘടകകക്ഷി പ്രതിനിധികൾ UDF കൺവീനറെ അറിയിക്കും. രാഷ്ട്രീയ കാര്യസമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ 19-ന് നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം നടത്താനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതോടെ പാർട്ടിയിൽ അത് ഐക്യത്തിന്റെ കാഹളമായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഭവനിൽ പ്രസ് നോട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നതായാണ് വിവരം. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് സൂചന. AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നതിനാലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം. സെലക്ടീവ് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങണമെന്ന് VD സതീശൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടിന് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇതിൽ വിയോജിപ്പറിയിച്ചാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് VD സതീശന്റെ തന്ത്രങ്ങളെന്ന നിലപാടിലാണ് എതിർചേരി. അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനോട് കൊമ്പുകോർത്തിട്ടും മുതിർന്ന നേതാക്കളടക്കം സതീശനെ പ്രതിരോധിക്കാതിരുന്നത് മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അനുകൂല രാഷ്ട്രീയ സാഹചര്യം തമ്മിലടിച്ച് നശിപ്പിക്കരുതെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും UDF നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.